ഞാൻ രാവിലെ എണീക്കുമ്പോ ഞാൻ എന്നെ തന്നെ ശപിക്കുക, ഇത്രയധികം നുണകൾ പറയേണ്ടി വരുന്നതിന്. നീ വലിയ സെന്റിമെന്റ് ഒന്നും ആകണ്ട. പാട്ട് പഠിക്കല നിന്റെ ജോലി. അത് പഠിച്ചു കഴിഞ്ഞിട്ടില്ലല്ലോ. ഓ ആട്ടെ, പെർഫോമൻസ് ഓഫ് മില്ലേനിയത്തെ കുറിച്ച് വല്ലതും പറഞ്ഞോ? അവള് പറഞ്ഞു, അവരുടെ ജീവിതാഭിലാഷം അത്. ഒരമ്മയുടെ സ്നേഹം അവരെനിക്ക് തരുന്നത്, ഒരു ഗുരുവിന്റെ വാത്സല്യവും. എങ്ങനെ ഇനി അവരോട് കള്ളം പറഞ്ഞ് അമ്മയുടെ സ്നേഹവും ഗുരുവിന്റെ വാത്സല്യവും. ചാർലി, 10-12 വർഷം അവളോട് കഴിഞ്ഞവനാണ് ഞാൻ. സുഭദ്രാദേവിക്ക് ഈ ലോകത്തൊരൊറ്റയാളുടെ സ്നേഹവും വാത്സല്യവും ഉള്ളൂ. അത് സുഭദ്രാദേവിയോട് മാത്രമാണ്. ഒരു റിയൽ പ്രൊഫഷണൽ അങ്ങനെയാണ് വേണ്ടതെന്ന് അവൾ വാദിച്ച് സമർത്ഥിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവളുടെ ആരെ ഒന്നും നിന്റെ മനസ്സിനെ വിഷമിപ്പിക്കണ്ട. നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനുണ്ടല്ലോ. ഉമ്മ, കുട്ടികൾ അവർക്കൊന്നും ഒന്നിനും ഒരു വിഷമവും ഇല്ല. ഞാനുമ്മ കയറാനും തെരുവി ചാടിത്തുള്ളാനും പോകേണ്ട ആവശ്യവും ഇല്ല. അത് പറഞ്ഞപ്പോഴൊരു കാര്യമുണ്ട്. നമ്മുടെ പത്മനാഭം വക്കീലിന്റെ ഒരു കക്ഷി ഐ സ്പെഷ്യലിസ്റ്റാ, ഐ ഡോണർ ക്ലബിന്റെ പ്രസിഡന്റാണ്. ആ ക്ലബില് ഞാനൊരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഉമ്മയുടെ പേരിൽ. വൈകാതിരിക്കാൻ വേണ്ട ഇൻഫ്ലുവൻസും ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട ഉമേ, ചന്തു, ബാലു, ദീപു, പൊന്നൂസേ, എനിക്കിവിടെ സുഖം തന്നെ. വലിയൊരു ബംഗ്ലാവായത്. സംഗീതവും നൃത്തവും കൊണ്ട് ഒരു അമ്പലത്തിന്റെ പരിശുദ്ധിയുള്ള സ്ഥലം. സുഭദ്രാദേവി നല്ല അമ്മയാ. നിങ്ങളെക്കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ മറ്റൊരാളായല്ല ഞാനിവിടെ കഴിയുന്നത്, അതുകൊണ്ടാണ്. കത്ത് വായിച്ചു തീർന്നു ചേച്ചി. ചാർലിയുടെ ശബ്ദം പോലും ഒന്ന് കേൾക്കാൻ കഴിയുന്നില്ലല്ലോ. പോയിട്ട് ഇന്നേക്ക് 27 ദിവസങ്ങൾ തികയുന്നു. അവന്റെ കൂടെ സർക്കസും പാട്ടുമായി കഴിയുന്നതാ ഇതിനേക്കാൾ ഭേദം, എത്രയോ ഭേദം. ഇതിവിടെ ഒറ്റയ്ക്കിങ്ങനെ തടവിലായതുപോലെ. പാവം, അവനോട് ഒറ്റയ്ക്കാവല്ലോ. ഇങ്ങനെ ഇപ്പൊ പിരിഞ്ഞിരിക്കുമ്പോഴാ പിന്നെയും മനസ്സിലാവുന്നത് ഒരിക്കലും പിരിയാൻ വയ്യാന്ന്. എപ്പോഴാണോ ആർക്കെ സാറ് അവന് വിട്ടുതരിക? ഹലോ, ഞാനൊരു കാര്യം ചോദിക്കാനാ വന്നത്. ധൈര്യമായിട്ട് ചോദിച്ചോളൂ. പാട്ടിനെ കുറിച്ചോ അതോ ഡാൻസിനെ കുറിച്ചോ? രണ്ടുമല്ല, ഒരു പേഴ്സണൽ പ്രോബ്ലം. ആരാ അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരാന്ന് അറിയില്ല. അതുകൊണ്ട് 4-5 പേര് എഴുതി നറുക്കിടാന്ന് വെച്ചു. അത് കൊള്ളാം. എന്നാ ശരി, എടുക്ക്. സത്യക്ക് തന്നെ നറുക്ക് വീണത്. സൊല്യൂഷൻ പറഞ്ഞു തരേണ്ടത് സത്യ തന്നെയാ. വേറെ ആര് പറഞ്ഞാലും ശരിയാവില്ല. ശരി, എന്താ പേഴ്സണൽ പ്രോബ്ലം? അതൊക്കെ പിന്നെ പറയാം. നീ എന്താ അമ്പലത്തിലേക്ക് വരാഞ്ഞ്? ഞാൻ വന്നപ്പോഴേക്ക് അമ്മ പോയി. സത്യ, പ്രസാദ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. വൈകുന്നേരം പാർട്ടിയുണ്ട്, നീ ഉണ്ടാവണം എല്ലാത്തിനും. ഓ അതെ, നറുക്ക് വീണത് മറന്നിട്ടില്ലല്ലോ? ഇല്ല. എന്താ പ്രോബ്ലം? പ്രേമത്തെ കുറിച്ചൊരു സംശയം ചോദിക്കാനാ. ഇത് ചോദിക്കാനാണോ നറുക്കിട്ടത്? അതിന് ഞാൻ പ്രേമത്തിന്റെ എക്സ്പേർട്ട് ഒന്നും അല്ലേ. ആണെന്നാണല്ലോ ദൈവം പറഞ്ഞത്. അല്ലെങ്കിൽ സത്യക്ക് തന്നെ നറുക്ക് വീഴുവോ? ദൈവം പറഞ്ഞാ പിന്നെ അതിന് അപ്പീലുണ്ടാവില്ലല്ലോ, അല്ലേ? ഒക്കെ പോയി. അമ്മേ.
കാര്യം പറഞ്ഞില്ലല്ലോ. പറയാം, കേക്ക് കൊടുത്തിട്ട് ഇപ്പൊ വരട്ടെ. പറ. പറയാമേ. പറഞ്ഞിട്ട് പോയാ മതി. ഒരു ദിവസം ഞാൻ കോളേജ് വിട്ട് വരികയായിരുന്നു. കാറില്ലാത്തോണ്ട് ബസ്സിലാ വന്നത്. ബസ് ഇറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോ പെട്ടെന്ന് മഴ. ഞാൻ ഓടി ഒരു മരത്തിന്റെ ചോട്ടിൽ ചെന്ന് നിന്നു, മഴ കൊള്ളാതിരിക്കാനേ. എന്നിട്ട് അപ്പൊ ഒരു ചെറുപ്പക്കാരൻ ഓടി അങ്ങോട്ട് വന്നു. ചെറുപ്പക്കാരനോ? എന്തിനു? അത് മനസ്സിലായില്ലേ? മഴ നനയാതിരിക്കാൻ. എങ്ങനെ ആള്? കണ്ടാൽ എങ്ങനെ? കണ്ടാൽ ദേ സത്യം പോലെ തന്നെ. എന്താ ഇവിടെ നിൽക്കണേ? ഭക്ഷണമൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. 2-3 പ്രാവശ്യം കഴിച്ചോളൂ. ഈ തിരക്കിനിടയിൽ ആരും അറിയാൻ പോണില്ല. ഏയ്, ദാ, കഴിക്ക്. അയ്യോ, ബാക്കി കഥ പറ. പിന്നെ പറയാം. പിന്നെയല്ല ഇപ്പൊ പറയാമേ. പറ. ചെറുപ്പക്കാരൻ ആകെ നനഞ്ഞിരുന്നു. ഷർട്ട് അഴിച്ച് പിഴിയാൻ തുടങ്ങുമായിരുന്നു അയാൾ. പെട്ടെന്നല്ല കണ്ടത്. അയാളൊന്നും മടിച്ചു. അപ്പൊ ഞാനൊരു കണ്ണുപൊട്ടിയെ പോലെ അഭിനയിച്ചു. എന്തിന്? വെറുതെ. വെറുതെ ആവില്ല, അയാളെ ഷർട്ട് അടിക്കുന്ന കാണാനാവും. ഓ, ആണെങ്കി ആണെന്ന് വെച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, ആരാ? ഞാനാ. എന്താ വേണ്ടേ? ഓ, വന്നു. എന്താ വേണ്ടേന്ന്? ഒന്നും വേണ്ട. പിന്നെ ആരാ വിളിച്ചത്? ആരും വിളിച്ചില്ല. എന്നാ അവിടുന്ന് അവിടെ ആരും വിളിച്ചില്ല. എന്നാ ഇവിടുന്ന് അങ്ങോട്ട് പോ. ഹലോ, അവിടെ എന്താ അത്? ഇതെവിടെ പണിയല്ലേ? അവന്റെ താത്താ. അവന്റെ ഉണ്ട്. അമ്മേ. ദാഹിച്ച് നിൽക്കാവോ? ഏയ്, ദാഹമൊന്നുമില്ല. കഥ മുഴുമിപ്പിച്ചില്ലല്ലോ. ഇത് കഴിക്കേ, എന്നിട്ട് പറയാം. എനിക്ക് വേണ്ട കോള. ആ, എന്നാ കഥ അയ്യോ, പിന്നെ. കോളതാ. പറ. കഴിക്കേ. പറ. ഡ്രസ്സൊക്കെ കഴിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഏയ്, ഞാൻ കണ്ണുപൊട്ടിയല്ല. ആ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. ചമ്പിട്ട് കള്ളു കുടിച്ച ഓപ്പയെ പോലെ. ഓപ്പേ പോലെയോ? പിന്നെ പലപ്പോഴും കണ്ട അയാളെ. ഇപ്പോഴിപ്പോഴായിട്ട് കാണാതിരിക്കാൻ വയ്യാന്നൊരു തോന്നല്. ഇത് പ്രേമമാണോ? നറുക്കെടുപ്പ് കഴിഞ്ഞപ്പോഴേ സംഭവം മനസ്സിലായി. എന്നെ ഇഷ്ടമാണെങ്കിൽ നേരിട്ടൊക്കെ പറഞ്ഞാ പോരെ. പിന്നെ ഒരു മോഹം. വേറെ ആളുടെ കാര്യമില്ല ഞാൻ പറഞ്ഞത്. അതെ, എന്നാ പിന്നെ ഞാനിപ്പോ പറയട്ടെ എല്ലാവരോടും. എന്താ പ്രശ്നം? താനാരാ? താനാരാ? എന്താ പ്രശ്നം? ഞാൻ ഓപ്പ. അപ്പൊ ഞാനോ? സത്യ. അല്ല. അതെ, ബോംബെയിലെ ഭാനുമതി സിൻഹയുടെ ഹസ്ബൻഡ്. ഫാദർ. സൺ. അല്ല, മകൻ. പാട്ടുകാരൻ. എന്നൊരു പാട്ട് പാട്. ചന്തമുള്ള പെൺമണിയിൽ പാടൂ, എന്താണല്ലേ കള്ളിറക്കൂ. കുളിരമ്മളയും താരകളും അടിയോടി പിടിച്ചു കൊണ്ടുപോ. കഥ പറയാം. കഥ പറയാം.